നമസ്കാരം. എൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ആ വിഷയത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ വിവരങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നാടിന്റെ ചരിത്രവും സംസ്കാരവും തൊട്ടറിയാൻ ഉപകരിക്കുന്നവയാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. സുദീർഘമായ ജീവിതാനുഭവങ്ങളിൽ നിന്നും ആർജിച്ച വിജ്ഞാനവും പരിചയവും പാഠങ്ങളും ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പിന്നിലുണ്ട്. അവയിൽ ചിലത് സുഹൃത്തുക്കളുമായി പങ്കുവെക്കാനാണ് ഈ പേജ്. ഈ വിഷുക്കാലത്ത് വിഷുവിനെ കുറിച്ച് തന്നെ ആദ്യ വിവരണം തുടങ്ങാം. പൊലിക പൊലിക ദൈവമേ തൻ നെൽപ്പൊലിക, പൊലിക പൊലിക ദൈവമേ തൻ നെൽപ്പൊലിക. ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും അഭിവൃദ്ധിയുടെയും ഉത്സവമാണ് വിഷു. കേരളത്തിലെ കാർഷികോത്സവമായതുകൊണ്ടാണ് പൊലിക പൊലിക ദൈവമേ തൻ നെൽപ്പൊലിക പോലുള്ള നാടൻ പാട്ടുകൾ പണ്ട് കാലത്ത് ഉണ്ടായത്. മലയാള മാസം മേടം 1-നാണ് വിഷു ആഘോഷിക്കുന്നത് നമുക്കെല്ലാം അറിയാം. വിഷുവിന്റെ വരവറിയിക്കുന്ന കണിക്കൊന്ന പൂക്കുന്നതും ഈ കാലത്താണ്. കണിക്കൊന്ന പൂക്കളും ചക്ക, മാങ്ങ, കണിവെള്ളരി തുടങ്ങിയ വീട്ടിലെ വിളവെടുപ്പുകളും ശ്രീകൃഷ്ണ വിഗ്രഹവും ഒരുക്കി കണി കാണുന്നതോടെ ആഘോഷം തുടങ്ങുകയായി. പടക്കങ്ങളും അമിട്ടുകളും എല്ലാം പൊട്ടിച്ച് ആഘോഷം പൊലിപ്പിക്കുന്നു. കുടുംബത്തിലെ എല്ലാവർക്കും കാരണവർ വിഷുക്കൈനീട്ടം നൽകുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് വിഭവസമൃദ്ധമായ സദ്യ കഴിക്കുന്നു. ഇതൊക്കെയാണ് വിഷുവിന്റെ ചടങ്ങ്. വിഷു എന്ന പദത്തിന് തുല്യം എന്നാണ് അർത്ഥം. പകലും രാത്രിയും തുല്യമാകുന്ന ദിവസം. ഈ ദിവസം കാണുന്ന വിഷുക്കണി വർഷം മുഴുവൻ ഐശ്വര്യം നൽകുമെന്നാണ് വിശ്വാസം. ഐശ്വര്യമാണ് വിഷുവിന്റെ ആത്മാവ്. വിഷുവുമായി ബന്ധപ്പെട്ട് പലതരം കഥകളുണ്ട്. അഹങ്കാരിയായ നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നത്. വസന്തകാലത്തിന്റെ തുടക്കത്തിൽ നടന്ന ഈ വിജയത്തെ സന്തോഷ ദിനമായി കണക്കാക്കുന്നു. രാവണന്റെ ഭരണകാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ല. രാവണന്റെ വധത്തിന് ശേഷം സൂര്യൻ വീണ്ടും നേരെ ഉദിക്കാൻ തുടങ്ങിയ ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇത്തരം വിശ്വാസങ്ങൾ എന്തായാലും കേരളീയർക്ക് ഐശ്വര്യത്തിന്റെ ഒരു പുതുവർഷം ആണ് മേടം 1-ന് തുടക്കമാകുന്ന വിഷു. നമ്മുടെ വിപണിക്ക് ഉണർവ് വരുത്തുന്ന കാലം കൂടിയാണിത്. പണ്ട് പറമ്പിലെ വിഭവങ്ങളൊക്കെയാണ് കണി കാണാൻ വെച്ചിരുന്നതെങ്കിൽ ഇന്ന് പറമ്പിൽ വിഭവങ്ങളില്ലെങ്കിലും ഇതെല്ലാം നമുക്കിന്ന് കണിക്കൊന്ന ഉൾപ്പെടെ കണി കാണാനുള്ള മറ്റു വസ്തുക്കളെല്ലാം ഉൾപ്പെടെ നമുക്കിന്ന് വിപണിയിൽ നിന്ന് വാങ്ങാനാവും. ഇപ്പൊ എല്ലാം കൊണ്ടും കേരളം സജീവമാകുന്ന ഒരു വർഷമാണ് ഈ വിഷുക്കാലം. വിഷുവിന്റെ തുടക്കം തന്നെ അത് സൂചിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു വിഷുക്കാലം ആശംസിക്കുന്നു. നമസ്കാരം. വിഷുപ്പുലരി പൊൻകണിയായി വന്നു, കണിക്കൊന്ന പൂക്കൾ കണി കണ്ടു ഞങ്ങൾ. മഞ്ഞപ്പൂക്കൾ കൺകളിൽ നിറഞ്ഞു, മനസ്സിൽ സന്തോഷമല തല്ലി വന്നു.